الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സത്യപ്രബോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് എതിർപ്പുകളും മർദ്ദനങ്ങളും അനുയായികൾക്ക് പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു എന്നത് നമുക്കറിയുന്നൊരു ചരിത്രമാണ്. റസൂലിന് മാത്രമല്ല, അതിനു മുമ്പുള്ള എല്ലാ പ്രബോധന പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് പ്രവാചകന്മാർക്കും ആദ്യകാല അനുയായികൾക്കും ധാരാളമായ വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ അവർക്ക്, പ്രവാചകന്മാർക്ക് ആശ്വാസവും സമാധാനവും സ്ഥൈര്യവും നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിരന്തരമായ ബന്ധമാണ്. പ്രത്യേകിച്ച് ജിബ്രീലിൻ്റെ വരവും ദിവ്യബോധനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വിഷമങ്ങൾക്കിടയിൽ കുളിരും ആശ്വാസവും ധൈര്യവും തൻ്റെ ഇടമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ കുറച്ച് നാൾ വരാതായി. അപ്പോൾ സ്വാഭാവികമായും എതിരാളികൾക്ക് നല്ലൊരവസരമായി. അവരത് നന്നായി തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. മുഹമ്മദിൻ്റെ ദൈവം മുഹമ്മദിനെ കൈവിട്ടിരിക്കുന്നു എന്നവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറിയൊരു അസുഖം ബാധിച്ച് 1-2 രാത്രികളിൽ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞതായിട്ട് ബുഖാരിയും മുസ്ലിമും അബൂദാബൂദും നസായിയും ഒക്കെ ജിന്ദബ് ബിൻ അബ്ദുള്ളയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ആ സ്ത്രീ റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മുഹമ്മദ്, നിൻ്റെ പിശാച് നിന്നെ ഇപ്പോൾ വിട്ടിരിക്കുന്നു എന്നല്ലാതെ ഈ അവസ്ഥയിൽ മറ്റൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് റസൂലിന് വളരെയധികം വേദന ഉണ്ടാക്കി. നാട്ടുകാർ പറയുന്നു, മുഹമ്മദിന് വഹി നിലച്ചിരിക്കുന്നു. ഇപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതികൾ ജനങ്ങളോട് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്ന സ്വപ്നവും ജൽപ്പനങ്ങളും മാരണവും ഒക്കെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ അവന് ലഭിച്ചുകൊണ്ടിരുന്ന ആ
ജൽപ്പനങ്ങൾ ഇല്ലാതായിരിക്കുന്നുവെന്നാണ്. ഇതിൻ്റെ വിഷമം സഹിക്കവയ്യാതെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ശാരീരികമായ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ ഇത്ര വളരെ ക്രൂരമായ ഒരു കമൻറ്റ് കൂടി ഉണ്ടായപ്പോൾ നബിയുടെ മനസ്സ് വളരെയധികം വിഷമിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു സൽക്കാരത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹായിക്കാൻ ആളില്ലാതിരിക്കുകയും വിമർശകർ ഒരുപാടുണ്ടാവുകയും കാര്യങ്ങൾ ആൾക്ക് മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ഒരു അവസ്ഥ, വല്ലാത്തൊരു ശ്വാസം മുട്ടൽ യഥാർത്ഥത്തിൽ അന്നേരം അനുഭവപ്പെടുന്നു. ഏതൊരു വേദനയേക്കാളും വളരെ കടുത്ത വേദനയാണ് അത്തരം സന്ദർഭങ്ങളിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്നാണ്. ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന് സാന്ത്വനത്തിൻ്റെ കുളിർത്തന്നലായി, സ്നേഹത്തിൻ്റെ കരുണാദ്രമായ തലോടലായി, ഈമാനും ദൃഢവിശ്വാസവും ഊട്ടിയുറപ്പിക്കാനുള്ള ശക്തി കോരിച്ചൊരിഞ്ഞുകൊണ്ട് വളരെ കരുണാദ്രമായ ഒരു ദിവ്യ സന്ദേശം അയക്കുകയുണ്ടായി. അത് അഭിസംബോധന ചെയ്യുന്നത് റസൂലിനെയാണ് എങ്കിലും മനുഷ്യ ജീവിതത്തിൽ ഇത്തരം വിഷമസന്ധികളുണ്ടാകുമ്പോൾ ഓർക്കാനും ഓർത്തിരിക്കാനും ആശ്വസിക്കാനും പര്യാപ്തമായ ഒരു മഹാപാഠം എന്നുള്ള നിലക്കാണ് ആ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. വളരെ ചെറിയൊരു സൂറത്താണ്, നമ്മൾ സാധാരണ ഓതുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അതിൽ വളരെ ആഴത്തിലുള്ള ഒരുപാട് സംഗതികൾ അല്ലാഹു തആല ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. വൽളുഹാ വല്ലൈലി ഇദാ സജ, പൂർവാഹ്നത്തെ കൊണ്ട് നാം ഇതാ സത്യം ചെയ്യുന്നു. പ്രശാന്തമായ രാത്രിയെ കൊണ്ട് നാം ഇതാ സത്യം ചെയ്യുന്നു. പൂർവാഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഉച്ച ആവുന്നതിനിടയിലുള്ള ദുഹാ സമയം നമുക്കറിയാം. അതാണ് പകലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശോഭിതമായ പകൽ. പ്രഭാതത്തിൻ്റെ വളരെ ശക്തിയില്ലാത്ത കിരണങ്ങളല്ല ഉണ്ടാവുക. അതുപോലെ നട്ടുച്ചയുടെ കഠിന ചൂട് നൽകുന്ന, വേർപ്പിക്കുന്ന ചൂടിൻ്റെ കാഠിന്യമുള്ള പ്രകാശമല്ല. ഈ ദുഹാ സമയം അതാശ്വാസമാണ്, പ്രശാന്തമാണ്. അതൊരു കുളിർത്തന്നൽ പോലെ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ മന്ദം വീശിക്കൊണ്ടേയിരിക്കും. അതോടനുബന്ധിച്ച് പറഞ്ഞ രാത്രിയെക്കുറിച്ച്, പ്രശാന്തമായ രാത്രി, ഇരുട്ട് മൂടുന്ന വന്യമായ ഭീതിപ്പെടുത്തുന്ന രാത്രിയെക്കുറിച്ചല്ല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പ്രശാന്തമായ രാത്രി, അധ്വാനഭാരം കൊണ്ട് ക്ലേശമനുഭവിക്കുന്ന മനുഷ്യന് ശാന്തമായി അള്ളാഹുവിൻ്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങാൻ ഏറ്റവും ശാന്തമായ ഒരു രാത്രി. രാത്രിക്ക് അങ്ങനെയുണ്ടൊരു പ്രത്യേകത. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധ്വാനം കഴിഞ്ഞിട്ട് രാത്രിയിൽ അവൻ ഉറങ്ങാൻ പോകുന്നത് സ്വന്തം രക്ഷിതാവിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മാനസികാവസ്ഥ വളരെ അനുഭൂതിപൂർവകമായിരിക്കും. അതുകൊണ്ടാണ് ഉറങ്ങാൻ ബെഡിലെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും 3 പ്രാവശ്യം ഓതുകയും കയ്യിലൂതുകയും എന്നിട്ട് ശരീരത്തിൽ തടകാൻ പറ്റുന്ന മുഴുവൻ ഭാവങ്ങളും തടവുകയും ചെയ്യും. അതിന് വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. ഏകനായ, പരാശ്രയം ആവശ്യമില്ലാത്ത, ഒരു താരതമ്യത്തിനും ഒരിക്കലും വഴങ്ങാത്ത, അവനെപ്പോലെ ഒന്നില്ലാത്ത മഹാപ്രതാപശാലിയായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഞാനിതാ ഉറപ്പിച്ച് പറയുന്നു എന്നാണ് ഇഖ്ലാസ് സൂറത്തിലൂടെ ഒരു സത്യവിശ്വാസി പ്രഖ്യാപിക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വലിച്ചിട്ട് വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പിശാചുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. അതുകൊണ്ട് ആ പിശാചിൻ്റെ കൂടെയുള്ള ആളുകളുടെയും വിവിധങ്ങളായ ശല്യങ്ങളെ സംബന്ധിച്ച് നാഥ, രക്ഷിതാവേ, നിന്നിലേക്ക് ഞാൻ കാവലപേക്ഷിക്കുന്നു എന്നതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒളുവെടുത്ത് ഇത് പാരായണം ചെയ്ത് ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂതു, അല്ലെങ്കിൽ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ, തിരിച്ചും പറിച്ചും ഹദീസുകളുണ്ട്. എൻ്റെ രക്ഷിതാവിൻ്റെ
നാഥ, നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെല്ലെ ഉറക്കത്തിലേക്ക് അങ്ങനെ കടന്നു പോകുന്നു. യഥാർത്ഥത്തിൽ അവൻ ഉറക്കത്തിലേക്ക് കടന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ ഹസ്തങ്ങളിലേക്കാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. മനുഷ്യന്മാരുടെ ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുക്കുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ്. ഒന്നവരുടെ അജലെത്തുമ്പോൾ, മരണമെത്തുമ്പോൾ, മറ്റൊന്നവരുടെ ഉറക്കത്തിലും അല്ലാഹുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പകലിൻ്റെ എല്ലാ ക്ലേശങ്ങളും പ്രയാസങ്ങളും വേദനകളും രോദനങ്ങളും പരാതികളും ആവലാതികളും എല്ലാം തൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ തൻ്റെ ആത്മാവിന് സമർപ്പിക്കാൻ പര്യാപ്തമായ രീതിയിൽ കൂടുതൽ ഊർജം നേടി ഊർജസ്വലതയോടുകൂടി പുതിയൊരു പ്രഭാതത്തിലേക്ക് തിരിച്ചു വരാൻ പര്യാപ്തമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഓരോ സത്യവിശ്വാസിയും ഉറക്കത്തിലേക്ക് പോകുന്നത്. അത് പ്രശാന്തമായ രാത്രിയാണ്. കഴിഞ്ഞ ആഴ്ച വേറൊരു രാത്രിയെക്കുറിച്ച് പറയുകയുണ്ടായി. വല്ലൈലി ഇദാ യഗ്ഷ, നേരെ ഓപ്പോസിറ്റുള്ള രാത്രിയാണ്. അതായത് ഭീതിപ്പെടുത്തുന്ന വന്യമായ ഇരുട്ടുമൂടിയ രാത്രി, അന്ധകാരവൃതമായ രാത്രി. ആ അന്ധകാരവൃതമായ ഈ രാത്രി പലപ്പോഴും സത്യനിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ വഴിതെറ്റിയ മാർഗത്തിൻ്റെയോ ഒക്കെ സൂചകങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുന്ന ഒരു രാത്രിയാണ് ളുലുമാസ്, അന്ധകാരമുള്ള രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശമാണ്. അവനും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, മറ്റവരും മിനൽ ളുലുമാത്ത് ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേസമയം പിശാചും അവൻ്റെ പിണയാളികളും കൂടി മനുഷ്യനെ നയിക്കുന്നത് പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ്. അന്ധകാരം ഭീതിയുടേതാണ്, വേദനയുടേതാണ്, ബേജാറിൻ്റേതാണ്. ഒന്നും തിരിയാത്ത, ഒന്നും കാണാത്ത, ഒന്നും മനസ്സിലാവാത്ത, എല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു ചുറ്റുപാടാണ്. ആ അന്ധകാരത്തിലേക്ക് പോകുന്ന ആളുകളുടെ കാറ്റഗറിയെ സംബന്ധിച്ചും പ്രകാശത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചും കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കുകയുണ്ടായി. വഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ എന്നാണ് ഇവിടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് അവൻ്റെ മാർഗത്തിൽ നൽകുകയും എന്നിട്ട് ഉത്കൃഷ്ട നടപടികളെ ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് സത്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക്, യഥാർത്ഥത്തിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൻ്റെ ആശ്വാസകരമായ എളുപ്പമുള്ള വഴി, പ്രകാശത്തിൻ്റെ വഴി നാം കാട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ ആ വഴിയെ അവൻ വഴി നടത്തും, അവനത് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് മറ്റാവശ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത മാർഗത്തിലൂടെ അനുഭൂതികൾ, ദുന്യാവിൻ്റെ അനുഭൂതിയും ആർഭാടവും ആസ്വദിക്കാൻ വേണ്ടി ധാരാളിത്തമായി ചെലവാക്കുകയോ ചെയ്യുന്ന ആളുകളെ അമ്മാമൻ ബഖില വസ്തഗ്ന, അവന് സത്യത്തെ നിഷേധിക്കുന്ന, തനിക്ക് താൻ പോകുന്നവനാണ് എന്ന് വിചാരിക്കുന്ന ഒരു സ്വയം പൊക്കിയായിരിക്കും. അവൻ സത്യത്തെ നിഷേധിക്കുന്നവനായിരിക്കും. അതായത് സ്വയം പര്യാപ്തത നടിക്കാൻ യഥാർത്ഥത്തിൽ മനുഷ്യന് ഒരവകാശമില്ല. ഇവിടുത്തെ വായുവും ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ വെളിച്ചവും അല്ലാഹു നൽകിയ സംവിധാനങ്ങളും ഇല്ലെങ്കിൽ ഒരു നിമിഷം പോയിട്ട് ഒരു നാനോ സെക്കൻഡ് പോലും നമുക്കിവിടെ ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. എന്നും എപ്പോഴും എവിടെയും അല്ലാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സൃഷ്ടി എങ്ങനെയാണ് സ്വയം പര്യാപ്തത നടിക്കുക? അതുകൊണ്ട് സ്വയം പര്യാപ്തത നടിക്കാൻ പറ്റില്ല. സ്വയം പര്യാപ്തത നടിക്കുന്നത് സത്യനിഷേധവും ധിക്കാരവും അഹങ്കാരവും കടുത്ത വഞ്ചനയും നന്ദികേടുമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ എടുത്തു പറഞ്ഞു. അമ്മാ മൻ ബഖില വസ്തഗ്ന വകദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ. ഇങ്ങനെ നല്ല നടപടികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കള്ളപ്പെടുത്തിക്കൊണ്ട് അതിനെ അംഗീകരിക്കാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ധകാരത്തിൻ്റെ വഴിയായിരിക്കും. അവരിവിടെ പ്രകാശം കാണുന്നുണ്ടാവും, അവർക്കൂടെ ലൈറ്റുകളുണ്ടാവും. പക്ഷേ ആ ലൈറ്റിൽ നിന്നും വരുന്നത്, അല്ലെങ്കിൽ ടോർച്ചുകളോ വിളക്കുകളോ അതിൽ നിന്ന് വരുന്നത്
യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പ്രകാശമായിരിക്കില്ല. വ്യസനങ്ങളുടെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ക്ലേശങ്ങളുടെയും ഉസ്റിൻ്റെ വഴിയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ വന്യമായ രാത്രി യഥാർത്ഥത്തിൽ മനുഷ്യന് നൽകുന്നത് ഉസ്റിൻ്റെ വഴിയാണ്. ഇവിടെ പ്രശോഭിതമായ രാത്രിയെ സംബന്ധിച്ചാണ് പറയുന്നത്. വന്യമായ രാത്രിയിൽ സഞ്ചരിക്കാൻ നിർബന്ധിക്കപ്പെട്ടവനോട് വളരെ കടുത്ത താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. എന്തൊക്കെയാണ് അവൻ സമ്പാദിച്ചു വെച്ചത്, അതെല്ലാം ഒരിക്കലും അവന് പ്രയോജനം ചെയ്യാത്ത ഒരവസ്ഥ. അവൻ നശിക്കുമ്പോൾ അവൻ്റെ പണം അവന് പ്രയോജനം ചെയ്യുകയില്ല എന്ന വളരെ രൂക്ഷമായ വിമർശനത്തിൻ്റെ ഭാഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ പ്രധാനമായ ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായി പറയുന്നത്. അല്ലാഹ് നൽകിയ വിഭവങ്ങൾ അവനവൻ്റെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പുരോഗതിക്കും വികസനത്തിനുമൊക്കെ അവിടെ അവരുടെ ഇടയിൽ ധനം ക്രയവിക്രയം ചെയ്യപ്പെടേണ്ടതുണ്ട്. എവിടെയെങ്കിലുമൊക്കെ കൂട്ടിവെച്ചിട്ട് കുറേ വമ്പം മുതലാളിമാരുടെ ഇടയിൽ കറങ്ങാനുള്ള സാധനമായിട്ടല്ല അള്ളാഹു ധനത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി ക്ലിപ്തമായി വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിഭവങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. കുറഞ്ഞ ആളുകൾക്കത് ലഭിക്കാനുള്ള സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തു. വേറെ കുറേ ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ല. അള്ളാഹുവിന് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഈ ഭൗതിക ജീവിതത്തിൻ്റെ ഒഴുക്കിനായി പരീക്ഷണത്തിനായി ലഭ്യമായവനെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയത്. അതിലൂടെ നമ്മൾക്കൊരു സന്ദേശമുണ്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്കിഷ്ടം പോലെ വിനിയോഗിച്ച് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ച് പൊയ്ക്കളയാം എന്നാരും ധരിക്കേണ്ടതില്ല. അത് അള്ളാഹുവിന് വേണ്ടി ഈ പാവകങ്ങളായ ഏഴകളായ മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ, അവർക്ക് വളർച്ച നൽകാൻ, അവർക്ക് വികാസം നൽകാൻ, അവർക്ക് നമ്മൾ പോലെ അഭിമാനത്തോടെ ജീവിക്കാൻ അവസരമുണ്ടാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാനാണ് എന്നാണ് അതിൽ പറയുന്നത്. അതൊന്നും ചെയ്യാതെ ധനം സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളെ അന്തർസുഖം നാറൻ തലല്ല, അത് പ്രയോജനം ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് കത്തിയാളുന്ന നരകത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാം താക്കീത് നൽകുന്നു എന്ന് പറയുകയും, മറിച്ച് അപ്പുറത്ത് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പാപങ്ങളെ രക്ഷിക്കാൻ മനുഷ്യരായ അവരെ നമ്മോടൊപ്പം വളർത്തിയെടുക്കാൻ വേണ്ടി ലഭ്യമായവൻ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാനുള്ള അമലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എടുത്തു പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കുറച്ച് വിശദമായി പറഞ്ഞ അതേ സംഗതി തന്നെയാണ് സൂറത്തുൽ ളുഹായിലും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ളുഹ വല്ലൈലി ഇദാ സജ, പ്രശാന്തമായ ആ പകല്, അതുപോലെ തന്നെ ശാന്തമായ രാത്രി, രണ്ടിനെയും സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ പോകുന്ന സംഗതി പ്രതീക്ഷയുടേതാണ്, ആശയുടേതാണ്, ഒരുപാട് വിജയത്തിൻ്റെതാണ്, അതുപോലെ മഹോന്നതമായ സൗഭാഗ്യങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസത്തെ എടുത്തു പറയുന്നു. ഈ ളുഹയുടെ പൊൻവെളിച്ചം, പ്രഭാതം കഴിഞ്ഞാലുണ്ടാകുന്ന ളുഹാ സമയത്തിൻ്റെ പൂർവാന്നത്തിൻ്റെ പൊൻവെളിച്ചം മനുഷ്യ ജീവിതത്തിലെ മഹത്തായ പ്രതീക്ഷയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ കരുണാദ്രമായ ഒരു തലോടൽ തൻ്റെ പ്രവാചകന്റെ മുകളിൽ നടത്തിക്കൊണ്ട് അത് മുഴുവൻ സത്യവിശ്വാസികൾക്കും ആ മെസ്സേജ് നൽകുകയാണ്. ഈ ശാന്തമായ രാത്രി നീ കണ്ടില്ലേ, അതുപോലെ ഈ പൂർവാന്നത്തെ നീ കണ്ടില്ലേ, അത് ഞാൻ മുൻനിർത്തി നിന്നോട് പറയാ, മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ടില്ല. ഈ സത്യം ജനങ്ങളോട് പറയുമ്പോൾ അതിനെതിരെ ബഹളമുണ്ടാക്കുന്ന മർദ്ദന പീഡന മുറകൾ അഴിച്ചുവിടുന്ന ആളുകളുടെ ജൽപ്പനങ്ങൾ പോലെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്നത്. അല്ലാഹു അവൻ്റെ യുക്തിയും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ശക്തിയും വെച്ചാണ് പ്രവർത്തിക്കുന്നത്. മക്കയിലെ കാക്കക്കാരന്മാർ പറയുന്നത് പോലെ അവരുദ്ദേശിക്കുമ്പോൾ ദിവ്യബോധനം നൽകുകയോ അവരുദ്ദേശിക്കുമ്പോൾ ദിവ്യബോധനം നിർത്തുകയോ ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും അല്ല അള്ളാഹുവിനുള്ളത്. അതുകൊണ്ട് മുഹമ്മദേ, നീ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ടുമില്ല
ഇത് പ്രവാചകനോടാണ് സംബോധനയെങ്കിലും മുഴുവൻ സത്യവിശ്വാസികളോടാണ്. സത്യവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിഘ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കുളിർത്തന്നലായി നമ്മുടെ മനസ്സിൽ പെയ്തിറങ്ങുന്ന മഹാദിവ്യബോധനമാണ് വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. സത്യവിശ്വാസിയെ അല്ലാഹു തആല ഒരിക്കലും കൈവിടുകയില്ല, സത്യവിശ്വാസിയെ അല്ലാഹു തആല ഒരിക്കലും വെറുക്കുകയുമില്ല എന്നൊരു മഹാപ്രതീക്ഷയുടെ സന്ദേശം. അതോടനുബന്ധിച്ച് പറയാ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഉല. നീ കാണുന്ന ദുന്യാവിലെ അനുഭൂതികളുണ്ടല്ലോ, ആശ്വാസങ്ങൾ, അതൊന്നും യഥാർത്ഥത്തിൽ അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. നിനക്ക് പരലോകത്ത് നിനക്കോൽ വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതിന് മറ്റൊരർത്ഥം കൂടി പറയുന്നുണ്ട്. പ്രാരംഭത്തിലെ ഈ ചെറിയ ചെറിയ സംഗതികളല്ല നീ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ ഉണ്ടാകുന്ന മഹത്തായ വിജയം എന്നും ചില പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അധിക പണ്ഡിതന്മാരും ആഖിറം എന്ന് പറയുന്നത് പരലോകത്തെയാണ്. വലൽ ആഖിറത്ത് ഖൈറുൽ ലക മിനൽ ഉല വൽ ആഖിറത്തു ഖൈറുൻ അബ്ഖ. അതായത് പരലോകമാണ് യഥാർത്ഥത്തിൽ എന്നും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഖൈറുൻ നന്മയുള്ളതും വഅബ്ഖ ബെറ്റർ ആൻഡ് ഡ്യൂറബിൾ എന്നാണ്, എന്നും എന്നും നിലനിൽക്കുന്ന ഉത്തമമായത് എന്നാണ്. വലസൗഫ യുഅ്തിക റബ്ബുക ഫതറല്ല. വീണ്ടും മഹാപ്രഭാവനായ തമ്പുരാന്റെ അതിബൃഹത്തായ വാഗ്ദാനം ആകാശലോകത്തു നിന്ന് ചുരിഞ്ഞു വീഴുകയാണ്. വലസൗഫ യുഅ്തിക റബ്ബുക ഫതറല്ല. നിന്റെ രക്ഷിതാവ് ഇനിയും ഒരുപാട് നിനക്ക് തരാൻ പോകുന്നുണ്ട്, അന്നേരം നീ സംതൃപ്തനാകും എന്ന് പറയുകയാണ് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പ്രവാചകന്റെ ജീവിതത്തിലൊക്കെ, പ്രവാചകൻ ജീവിതത്തിലുണ്ടായതായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന സംഗതി എടുത്തു പറയാം. അലം യജിദ്ക യതീമൻ ഫആവ. നീ ഒരു അനാഥനായി നാം കണ്ടു എന്ന് പറഞ്ഞാൽ നീ അനാഥനായിരുന്നു, അപ്പോൾ നിനക്ക് നാം അഭയത്തിന് ഏർപ്പാട് ചെയ്തില്ലേ, അഭയം നൽകിയില്ലേ എന്ന് ചോദിക്കുക. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഫിഖ്ഹിന്റെ കുടുക്ക് മസാലയിലെ 18 വയസ്സ് തികയാത്ത പാപ്പ മരിച്ച കുട്ടിയാണ് അനാഥൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഖുർആൻ ഇവിടെ ഇത് പ്രയോഗിക്കുന്നത് എന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംബോധിതനായ പ്രവാചകൻ കൃത്യമായും അങ്ങനെ തന്നെയായിരുന്നു, ഒരനാഥനായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടു പോയി, 6 വയസ്സായപ്പോൾ മാതാവ് നഷ്ടപ്പെട്ടു പോയി, തീർത്തും അനാഥനായ. പിന്നെ അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് ഇല്ല, അതും പോയി, അബൂ താലിബ് വളർത്തുകയാണ്. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധനാഢ്യായ ഖദീജ കടന്നു വരുന്നതാണ്. അതായത് ഫഹദ, നിനക്ക് വഴിയെന്താണ്, ഈ വിഷമസന്ധിയിൽ എങ്ങനെയാണ്, ഏതു വഴിയിലൂടെയാണ് പോകേണ്ടത് എന്ന് നിനക്കറിയാതെ നീ വിഷമിക്കുകയായിരുന്നു. അന്നേരം നിനക്ക് ഞാൻ സന്മാർഗം നൽകി അനുഗ്രഹിച്ചില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. വജദക ആയിലം ഫഅഗ്ന. നീ ദരിദ്രനായിരുന്നു, നിന്റെ ആവശ്യങ്ങൾ പലപ്പോഴും നിനക്ക് മറ്റുള്ളവരുടെ സഹായം കൂടാതെ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നാം സ്വാശ്രയത്വം നൽകി നിന്നെ അനുഗ്രഹിച്ചില്ലേ എന്നുള്ള. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അനാഥരായ ആളുകളുണ്ട് സമൂഹത്തിൽ, അഗതികളായ ആളുകളുണ്ട്, അശരണരായ ആളുകളുണ്ട്, അലംബഹീനരായ ആളുകളുണ്ട്. അവരെയൊന്നും നീ അടിച്ചമർത്തരുത്, അവരെ നീ മർദ്ദിച്ചൊതുക്കരുത്, അട്ടിപ്പായിപ്പിക്കരുത്. എന്നിട്ട് വളരെ ഹ്രസ്വമായാണ് പറയുന്നത്, വഅമ്മസ്സായില ഫലാ തൻഹർ. ആവശ്യങ്ങൾ ചോദിച്ചു വരുന്ന മനുഷ്യനെ നീ വെറുതെ മടക്കി അയക്കരുത്, അല്ലെങ്കിൽ അട്ടി അകറ്റരുത്. 2 സംഗതികൾ വളരെ കൃത്യമായി. ഭൂമിയിൽ ആവശ്യക്കാരായ മനുഷ്യര്, നാഥനില്ലാത്ത മനുഷ്യര്, അവരുടെ സംഗതികൾ നീ ഒരിക്കലും വിസ്മരിച്ചു കളയരുത്. ആ വല്ലയിലി പറഞ്ഞ അതേ സംഗതിയാണ് വളരെ വളരെ ഹ്രസ്വമായി ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അല്ലാഹു നിശ്ചയിച്ച ആ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ആഴത്തിലുള്ള സംഗതി ഈ വല്ലുഹയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗഹനമായ പഠനമർഹിക്കുന്ന ഒരു സംഗതിയാണ്. ആവശ്യക്കാരനെ ചോദിച്ചു വരികയുള്ളൂ. ഒരാവശ്യക്കാരനെയും ആവശ്യം നിറവേറ്റാതെ വിട്ടുകളയാൻ പാടില്ല. സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന നിർദ്ദേശം അതാണ്. അതുപോലെ തന്നെ ഒരഗതിയുടെയും ഒരനാഥയുടെയും ആ വിദ്യാഭ്യാസമോ വിവാഹമോ
ജീവിതത്തിന്റെ വളർച്ചയോ ഇല്ലാതാവാൻ പാടില്ല, തടയപ്പെടാൻ പാടില്ല. അതാണ് യഥാർത്ഥത്തിൽ ദീൻ. ആ ദീനിലേക്കാണ്, അവിടെയാണ് ആശ്വാസത്തിൽ ദീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ എന്ന് പറയുന്നത് ഈ ദുനിയാവിലും ഹസനത്ത് ആഖിറത്തിലും ഹസനത്ത്. ലഭ്യമായ ഓരോ മനുഷ്യരും അവർക്ക് പണ്ടിതൊന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അവർക്ക് അവരോടൊപ്പമുള്ള മനുഷ്യർക്ക് അവർക്കും കൂടി കൊടുത്ത് സന്തോഷത്തോടെ പങ്കുവച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വീഥിയിലൂടെ സഞ്ചരിച്ച് ഏറ്റവും മഹത്തായ സ്വർഗത്തിലേക്ക് കടന്നു കയറാനുള്ള വിഭവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയിട്ടുള്ളത്. ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജീവിച്ചില്ലെങ്കിൽ മറ്റു പല സംഗതികളും ദീനിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കേറെ പരിചിതമായ ഒരുപാട് സംഗതികളുണ്ട്. നമസ്കാരമുണ്ട്, സുന്നത്തായ നമസ്കാരമുണ്ട്, നഫലുണ്ട്, അതുപോലെ ഹജ്ജുണ്ട്, ഉംറയുണ്ട്, അതുപോലെ സദഖാത്തുണ്ട്, സദഖയുണ്ട്, ഇൻഫാഖുണ്ട്, അങ്ങനെ പല സംഗതികളും. അതിലേറ്റവും പ്രധാനമായി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് ആവർത്തിച്ച് സത്യവിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതെന്നൊന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ നിങ്ങളോടൊപ്പം നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ്. നമുക്ക് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, ഏകനായ അല്ലാഹു മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറയാൻ എളുപ്പമാണ്. നിസ്കരിക്കാനും കുറച്ചും കൂടി പ്രയാസമുണ്ടെങ്കിലും എളുപ്പമാണ്. നോമ്പ് പിടിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടാറില്ല. പക്ഷേ നമുക്ക് നൽകിയത് മനുഷ്യ മനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ ധനത്തോട് അവന്റെ പ്രേമം ഭയങ്കരമാണ്. അതുകൊണ്ട് അത് വിട്ടവൻ കളിക്കുന്നുണ്ടോ, അത് കൊടുത്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നുണ്ടോ, അതാണ് യഥാർത്ഥത്തിൽ ടെസ്റ്റ്. സത്യവിശ്വാസത്തിൽ ടെസ്റ്റ്, ഈമാന്റെ ടെസ്റ്റ്, യഖീനിന്റെ ടെസ്റ്റ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള യഥാർത്ഥത്തിലുള്ള ടെസ്റ്റ് അതാണ്. ഈ വല്ലയിലും വല്ലുഹയിലുമൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ കരുണാദ്രമായി സംഗതികൾ പറയുമ്പോൾ, ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ അവിടെയും നമ്മളോട് പറഞ്ഞു തരുന്ന ഇതാണ്: നീ അതായത് അനാഥനാട്ടി ഒട്ടിക്കരുത്, അതുപോലെ ചോദിച്ചു വരുന്നവനെ വിരട്ടിപ്പായിപ്പിക്കരുത്, അവരെ സംരക്ഷിക്കണം. നിന്നെ നാം ഇതൊക്കെ നൽകി സംരക്ഷിച്ചത് അതിനു വേണ്ടിയാണ് മഹാനായ പ്രവാചക. നിന്റെ അനുയായിയുടെ മുന്നിൽ അത് നിരത്തി വെച്ചിട്ട് ലോകാവസാനം വരെ വരുന്ന സത്യവിശ്വാസികൾക്ക് നീ ഒരു മാതൃകയായിരിക്കണം. ആ മാതൃകയാണ് മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴിത്താര. അതിൽ യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നടന്നുപോയ വഴികളുടെ കൽപ്പാടുകൾ മാഞ്ഞുപോയിരിക്കുന്നു. ഒരുപാട് പുതിയ പുതിയ കൽപ്പാടുകൾ വന്നിരിക്കുന്നു. മനുഷ്യൻ ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു പഠിപ്പിച്ച സംഗതികൾ പലതും അവ്യക്തമായി പോയിരിക്കുന്നു. അത് വീണ്ടും ഊതിക്കാച്ചി വളർത്തിയെടുത്ത് പഠിച്ച് ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ മഹത്തായ ആ ഔന്നത്യവും വിജയവും ആശ്വാസവും സമാധാനം, ഇസ്ലാം എന്ന ആ സമാധാനം മനുഷ്യ ജീവിതത്തിൽ പുലരുകയുള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് നിലവിലുള്ള സമകാലിക മുസ്ലിങ്ങൾ എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിനനുസരിച്ച് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും വേണ്ടി ശ്രമിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീതനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ വളരെ ഹൃദയസ്പർക്കായ നിലയിൽ
കരുണയുടെ സന്തനസ്പർശമായ നിലയിലാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപദേശിക്കുന്നത്. പലപ്പോഴും വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം. നമ്മളെല്ലാം പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴണ്ട് ജീവിക്കുന്നവരാണ്. പ്രശ്നമില്ലാത്ത മനുഷ്യന്മാരാവില്ല. പ്രശ്നം ജീവിതത്തിന് അനിവാര്യമാണ് എന്ന് അല്ലാഹു നിശ്ചയിച്ചതുകൊണ്ട് അവൻ ഉണ്ടാക്കുന്നതാണ്. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമുണ്ട്. രോഗം ചിലർക്ക് പ്രശ്നമാണ്, കടം ചിലർക്ക് പ്രശ്നമാണ്, അതുപോലെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. താഴേക്കടയിലുള്ള ആളുകൾക്ക് അവരുടെ നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇടത്തരക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ. എല്ലാ മനുഷ്യരും പ്രശ്നങ്ങളിലാണ്. എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയേണ്ടതില്ല, റബ്ബിൻ്റെ വാതിൽ മുട്ടണം, മടിക്കേണ്ടതില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ നേരെ നോക്കാനുള്ള ശക്തമായ കണ്ണുകൾ വേണം. ഹൃദയം അവൻ്റെ നേരെ തുറക്കണം. ഇതൊരു താൽക്കാലിക ജീവിതമാണ്. ഇവിടെ എന്ത് കിട്ടിയാലും അത് തീർന്നു പോകും. അനന്തമായ സൗഭാഗ്യത്തിലേക്ക് തൽക്കാലം നമ്മുടെ കൈവശമുള്ളതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് അനന്തമായ സൗഭാഗ്യത്തിലേക്ക് സമ്പാദിക്കാനും അതിനുവേണ്ടിയാണ് ഖുർആൻ നമ്മളെ നിരന്തരമായി ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് ഒരുപാട് കിട്ടിക്കൊണ്ടതുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വജദക ആയിലൻ ഫാഗിന എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, നീ ദരിദ്രനായിരുന്നു, നിന്നെ ഞാൻ പണക്കാരനാക്കിയില്ലേ എന്ന്. നബി ഒരു വമ്പം മുതലാളിയായി പണക്കാരനായി എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. ലൈസത്തുൽ ഗിന അൻ കസറത്തുൽ അർള്, വസ്തുക്കളുടെ ആധിക്യമല്ല യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിന അനിൻ നഫ്സ് മുത്തഫഖുൻ അലൈഹി, മനുഷ്യ മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഐശ്വര്യം. നമുക്ക് ആവശ്യമായത് ലഭ്യമാവുക, കിട്ടുന്നതിൽ സംതൃപ്തി ഉണ്ടാവുക, അതോട് സംതൃപ്തമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാം. അതിനേക്കാൾ സംതൃപ്തമായ മറ്റൊരു ജീവിതം ഇവിടെ കിട്ടാനില്ല. പിന്നെ ഒരു കണ്ണും കാണാത്തതും ഒരു മനസ്സിനും സങ്കല്പിക്കാനാവാത്തതുമായ മഹോന്നതമായ ജീവിതത്തിലേക്കാണ്. അതാണ് വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഒരു സംഗതിയും കൂടി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഒരുപാട് പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചൊരായത്തായത്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ ഉറക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനെവിടെ നിന്നൊക്കെ 2-3 ഹദീസുകളൊക്കെ എടുത്ത് വളരെ വലിയ പണ്ഡിതന്മാരും ഇതിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അള്ളാഹു അനുഗ്രഹം നൽകി എന്ന് വെച്ചാൽ പണം നൽകിന്, അതുകൊണ്ട് നല്ല കൂടിയ വസ്ത്രങ്ങൾ കൊടുക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക, നല്ല ആർഭാടപൂർണമായ സദ്യകളും വിവാഹാഘോഷങ്ങളും നടത്തുക, അതാണ് അല്ലാഹു തന്ന നിഅമത്തിൻ്റെ പ്രഖ്യാപനമെന്നാണ് തെറ്റായ ധാരണ. പണ്ഡിതന്മാർ പോലും അതിന് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ആളുകൾ വളരെ ദരിദ്രമായ നിലയിൽ വസ്ത്രം ധരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിഅമത്ത് തന്നില്ല, എന്തിനാണോ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞത് സന്ദർഭം. അത് ചില പ്രത്യേക സന്ദർഭമാണ്. അതൊക്കെ എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ ഉറക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അനുഗ്രഹം സത്യവിശ്വാസത്തിൻ്റെ സന്മാർഗത്തിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹു നിനക്ക് സന്മാർഗം നൽകിയിരിക്കുന്നു, അതിൻ്റെ കൂടെ അല്ലാഹു തആലയുടെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ മാല് നൽകിയിരിക്കുന്നു, അതവൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെലവഴിക്കുന്നു എന്ന് ചെലവഴിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. നാവ് കൊണ്ട് പറയുക എന്നുള്ളതല്ല, മാത്രമല്ല അവിടെ ഉദ്ദേശിച്ചത്. നാവ് കൊണ്ട് ഇങ്ങനെ അല്ലാഹു എനിക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറയലല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ നോട്ടത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാവണമെന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. എന്തിനാണ് അത്? അള്ളാഹുവിനോടുള്ളൊരു നന്ദി രേഖപ്പെടുത്തലാണ്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നന്ദി രേഖപ്പെടുത്തൽ, ദാതാവിനോടുള്ളൊരു നന്ദി രേഖപ്പെടുത്തൽ സൃഷ്ടിയുടെ ഒരു കടമയാണ്. അത് വാങ്ങുന്നവൻ്റെ ലഭിക്കുന്നവൻ്റെ ഒരു കടമയാണ്. നിങ്ങളങ്ങനെ നന്ദി രേഖപ്പെടുത്തിയാൽ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരാമെന്ന് കാരുണ്യവാനായ തമ്പുരാൻ, എല്ലാത്തിനും കഴിവുള്ള തമ്പുരാൻ വീണ്ടും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്,
എൻ്റെ ശിക്ഷ കഠിനമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കണമെന്ന ശക്തമായ താക്കീതും ആ വാഗ്ദാനത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയതൊക്കെ ഞാനിങ്ങനെ ഭൗതികമായി പ്രകടിപ്പിച്ച് നടക്കാമെന്ന അർത്ഥത്തിലല്ല. അത് നേരത്തെ പറഞ്ഞ അനാഥ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അഗതി സംരക്ഷണത്തിനും പാവങ്ങളെ കൈപിടിച്ചുയർത്താനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിന്നുകൊണ്ട് അവന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രഖ്യാപിക്കാനാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. സൂറത്തിൻ്റെ സത്ത അതാണ്, ഖുർആന്റെ മൊത്തം സത്തയും അതാണ്. അല്ലാതെ അവരവർക്കുള്ളത് അവരവരെടുത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. അത് റിയാവും പലപ്പോഴും ശിർക്കാവും, ശിർക്കും കുഫറുമായി മാറും, സത്യത്തെ നിഷേധിക്കുന്നതായി മാറും എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ നമ്മൾ ഓരോ സംഗതികൾ ചെയ്യുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിൽ പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. അങ്ങനെ ഓരോ പ്രവൃത്തിയും ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊണ്ട് വിജയിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارض عن ابو بكر وعمر وعثمان وعلي عن بقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരും ഭാര്യ സന്താനങ്ങളും സഹോദരങ്ങളും സുഹൃത്തുക്കളും നാട്ടാരും മുഴുവൻ സത്യവിശ്വാസികളും മുൻകാല സത്യവിശ്വാസികളും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയിട്ടുള്ള ആളുകളുടെ കബറിടങ്ങളുടെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ, പൂർണ്ണമായും മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അനാരോഗ്യങ്ങളെല്ലാം നീ മാറ്റണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പല ആശുപത്രികളിലും രോഗികളായി കിടക്കുന്ന ആളുകൾ ദ്വാരൻ്റെ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളും അതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ മാർഗത്തിലൂടെ നടന്ന് സന്തോഷകരമായി ജീവിതം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മുഴുവൻ സത്യവിശ്വാസികളെ നീ നേരായ രീതിയിൽ ഉത്തമമായ രീതിയിൽ നയിക്കണേ തമ്പുരാനെ. പരസ്പര യോജിപ്പോടെ രഞ്ജിപ്പോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിലുള്ള പ്രയാസങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് സമാധാനപരമായി സംതൃപ്തിയോടുകൂടി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സക്രാത്തുൽ മൗത്തിൻ്റെ വേദന ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ലഘുവാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. ഖബറിലെ ശിക്ഷകളെ ഞങ്ങൾ രക്ഷിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اعمال المجاهدين في كل اماكن يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.